സർവകാല റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ട് മുന്നേറുന്നതിനിടെ സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൃത്യമായി നിർത്തിയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. ഇന്നലെ രാത്രിയോടുകൂടി മാർക്കറ്റുകളിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിടുകയായിരുന്നു. ഔൺസ് ഡോളറിന്റെ കണക്ക് 2657-ലും ഇന്ത്യൻ മാർക്കറ്റ് MCX 74,840-ലുമായിരുന്നു ക്ലോസ് ചെയ്തത്. അതേസമയം ഇന്നലെ സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഒരു പവന് 56,800-ലേക്ക് മുന്നേറുകയായിരുന്നു. അതേസമയം സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് 28/9/2024 ഗ്രാമിന് 7095 8 ഗ്രാം ഒരു പവന് 56,160. സ്വർണ്ണവില ഇന്ന് മാത്രം ഒരു പവന് വെറും 40 രൂപയുടെ കുറവാണ് സംഭവിച്ചത്. അതേസമയം 24K തങ്കം വിലയിൽ രാവിലെയോടുകൂടി നല്ല രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ്. മാർക്കറ്റുകൾ ക്ലോസ് ആണെങ്കിലും 24K തങ്കം വിലയിൽ ഇത്രയും കൂടുതൽ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മാർക്കറ്റിലെ വൻ ഡിമാൻഡ് തന്നെയാണ്. ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമിന് 7640, തൃശ്ശൂരിൽ 25 എന്ന നിലയിലാണ്. കോഴിക്കോട് നല്ല രീതിയിൽ തന്നെ വ്യാപാരം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് 1100 മുതൽ 1300 രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം. വെള്ളി വിലയിലും ഇടിവ് രേഖപ്പെടുത്തി 1 രൂപ കുറഞ്ഞ് ഗ്രാമിന് 98-ലും 10 ഗ്രാമിന് 980-ലുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇസ്രായേൽ ലെബനാൻ യുദ്ധ സാഹചര്യം നിലനിർത്തിക്കൊണ്ടായിരുന്നു സ്വർണ്ണ വിപണി 2-3 ദിവസം മുന്നേ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം വീണ്ടും തുടരുന്നത്. ഒരുപക്ഷെ ചർച്ച വിജയിക്കുകയാണെങ്കിലും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ നിന്ന് വീണ്ടും പിന്മാറുകയാണെങ്കിലും സ്വർണ്ണ വിപണി വീണ്ടും ഇടിഞ്ഞേക്കും. അതല്ല യുദ്ധ സാഹചര്യം വീണ്ടും നീണ്ടുപോവുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.